എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. മുടി പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഹെയർ ഡേ ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ റിസൾട്ട് എപ്പോഴും പറയുന്ന പോലെ പെർമനൻ്റ് ആയിട്ടുള്ളതാണ്. അന്നേരം അതിന് പറ്റിയ നല്ലൊരു ഹെയർ ഡേയും അതിനോടൊപ്പം നല്ലൊരു ഹെയർ പാക്കുമാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ചകിരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഹെയർ ഡേ ചെയ്യുന്നത്. അന്നേരം ചകിരി കുറച്ചേറെ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതാണ്. പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണ് ചകിരിക്കൊരു ക്ഷാമം വരുന്നത്. അത് ഇതിനു മുമ്പ് ചിരട്ട വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. തേങ്ങയാണെങ്കിലും ചിരട്ടയാണെങ്കിലും അതുപോലെ ഈ ഒരു ചകിരിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമാകുന്നതാണ് നമ്മുടെ ഈ ഒരു തലമുടിയുടെ കറുപ്പ് നിലനിർത്താനും നല്ലപോലെ മുടി സംരക്ഷണത്തിനൊക്കെ ആയിട്ട്. അന്നേരം ആ ഒരു ചകിരി ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അതിൻ്റെ ചാരമാണ് നമുക്ക് വേണ്ടത്, ആ ഒരു കരി. അന്നേരം നമുക്ക് അതിൻ്റെ ആ ഒരു എല്ലാം കത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കരിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുറേയേറെ പുറത്തോടൊക്കെ കൊടുത്തു വിടണമെങ്കിൽ കുറേയേറെ കത്തിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് നല്ലൊരു ഡൈയും പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലുമായിട്ട് മിക്സ് ചെയ്യുന്ന ഇതുമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അന്നേരം അതിന് ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിൻ്റെ ഒരു കളറ് കാണുമ്പം തന്നെ നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് നമ്മുടെ നാട്ടുപുറങ്ങളിലുള്ളതാണ് കുരുമുളകിൻ്റെ തണ്ട്, കുരുമുളക് കൊടി എന്ന് പറയാറുണ്ട്. അന്നേരം അതിൻ്റെ തണ്ട് നമ്മൾ പണ്ട് കാലം മുതലേ ഇത് ഉപയോഗിക്കുന്നതാണ്. ഇതൊരു പുതുമയുള്ളൊരു കാര്യമേ അല്ല. ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ ഇത് വെച്ചിട്ടുള്ളൊരു താളി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടെ ചേരുവകൾ ചേർത്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കോ അല്ലെങ്കിൽ ഒരു താളി എന്ന് പറയാം. ആ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. മുളക് പൊടിയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇലയൊക്കെ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. മുളക് പൊടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നമ്മൾ വേവ് വെള്ളം, പ്രസവരക്ഷ സംബന്ധമായിട്ട് കുളിക്കാനുള്ള വേവ് വെള്ളത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചേരുവയാണ് മുളക് പൊടി. അന്നേരം അതിൻ്റെ ആ ഒരു ഇലയൊക്കെ മാറ്റിയിട്ടാണ് അതിൻ്റെ തണ്ടാണ് എടുക്കുന്നത്. സാധാരണ നമ്മളിതിൻ്റെ തണ്ട് എടുത്തിട്ട് നമ്മൾ വിറകടുപ്പയിൽ വെച്ചിട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം വിറകടുപ്പ് നമുക്ക് എപ്പോഴും എല്ലാ വീടുകളിലും ഉള്ളൊരു കാര്യമല്ല. നമ്മൾ എപ്പോഴും അത് കത്തിക്കുന്നില്ല. രാവിലെ നമ്മൾ അരി അടുപ്പത്തിടുന്ന സമയത്ത് മാത്രമല്ലേ കത്തിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമുക്കിതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ട്, ഞാൻ ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് വെച്ചേക്കുന്നത്, അതിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു നീരും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതിൻ്റെ പണ്ട് കാലം മുതൽ ഇതൊന്ന് വാട്ടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ രീതി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അതൊന്ന് വാടിക്കഴിയുമ്പോഴത്തേന് അത് ഒടിക്കുമ്പം നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അതിൽ നിന്നൊരു ജെല്ലി രീതിയിലുള്ള ഒരിത് കിട്ടും. അതായത് അങ്ങനെ നന്നായിട്ട് കിട്ടണമെങ്കിൽ ഇതിൽ വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. അത് ഈ രീതിയിൽ നമുക്ക് പറ്റില്ല. ഇതിനെ നമുക്ക് നല്ല പോലെ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഇതിനൊന്ന് ചതച്ചെടുക്കണം. അല്ലെങ്കിൽ അരകല്ലിലൊന്ന് ചതച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇപ്പം ചതച്ചെടുക്കാൻ പാടാണെങ്കിൽ മിക്സിയിലൊന്നൊന്ന് അടിച്ചെടുത്താലും മതി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പക്ഷേ അതിനെക്കാട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഉപയോഗങ്ങളുണ്ട്. അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, നീര് മാറ്റിയിട്ട് വരുന്നത്, അതൊരു വേസ്റ്റായിട്ട് കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കുളിക്കുന്ന സമയത്ത് ദേഹമൊക്കെ നമ്മൾ ചകിരിക്ക് പകരമായിട്ട്, ചകിരി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത്. അതിനെക്കാട്ടി എപ്പോഴും നല്ലത് ചകിരിയോ അല്ലെങ്കിൽ ഇഞ്ച അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് കേട്ടോ ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അന്നേരം ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന താളിയുണ്ടല്ലോ, ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ തലമുടി തേക്കുമ്പം തന്നെ ആ ഒരു നമുക്ക് മനസ്സിലാവും. ആ തേച്ച് കഴിയുമ്പോഴും നല്ലൊരു എഫക്റ്റീവായിട്ടൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ലേശം വെള്ളം ഒഴിക്കുമ്പം തന്നെ നല്ലൊരു കൊഴുത്തൊരു തിക്കായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ആ ഒരു താളി. അത് നമ്മൾ ഒരുപാട് എടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ കുറച്ച് മാത്രമാണല്ലോ എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു നീര് നല്ല പോലെ ആ ഒരു തണ്ടിൽ നിന്ന് ആ ഒരു താളി രീതിയിലോട്ടുള്ളത് ഈ ഒരു വെള്ളമായിട്ട് മിക്സ് ആവണം. അന്നേരം നല്ല പോലെ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു തണ്ട് നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് കുളിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ഗുണകരമാണ് കേട്ടോ. അതായത് പണ്ട് കാലം മുതലേ നമ്മൾ ഒന്നുകിൽ വാഴയുടെ പച്ച ഇല ഉണ്ടല്ലോ, വാഴയില, അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട്, പിന്നെ അതുപോലെ ചകിരി,
അതുപോലെ ഇഞ്ചിയൊക്കെ ആണല്ലോ നമ്മൾ ദേഹം തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളുമാണ്. അന്നേരം ഇതിൽ നിന്ന് ആ ഒരു മാക്സിമം നീര് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം കൊഴുപ്പോട് കൂടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് അരിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ തലയോട്ടിയിലും തലമുടിയിലും നല്ല പോലെ നമ്മൾ തേച്ചിട്ട് നോർമൽ വാട്ടർ നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. മുടി നല്ല സമൃദ്ധമായിട്ട് വളരുകയും നല്ല കറുത്ത് ഇടതൂർന്ന മുടികൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇതിലേക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടി വെണ്ടയ്ക്ക ഒരെണ്ണം, പിഞ്ച് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ, ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും ഉപയോഗിക്കാം, നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി, നമ്മൾ സാധാരണ സവാള ചേർക്കാറുണ്ട്, കുഞ്ഞുള്ളി ചേർക്കാറുണ്ട്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാൻ 2-3 ചുമന്നുള്ളിയും കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ്, ലേശം ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒറ്റ യൂസിൽ നമ്മുടെ നിലവിലുള്ള മുടിയുടെ റിസൾട്ട്, നമുക്ക് നിലവിൽ എത്രത്തോളം മുടിക്ക് കട്ടിയുണ്ട് അതിനെക്കാട്ടി ഒരു 2 ഇരട്ടി കട്ടി തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ താളി ഉപയോഗിച്ച് കഴിയുമ്പോൾ. ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ചിട്ട് വിരലിൻ്റെ തുമ്പ് കൊണ്ട് തലയോട്ടി നല്ലപോലെ മസാജ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയുമ്പോൾ നല്ല റിസൾട്ടാണ്. നല്ല തിക്നെസ് തോന്നിക്കും. അതുപോലെ തന്നെ താരൻ, ചൊറിച്ചിൽ, പേൻ്റെ ശല്യം, അങ്ങനത്തുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. പ്രത്യേകിച്ച് മുടി വളർച്ചയുടെ കാര്യത്തിലും മുടി കറുത്ത് വരാനും അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് പൊട്ടുന്നതും എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് കേട്ടോ. ആ ഒരു ചകിരിയുടെ കരി നമുക്ക് കുറച്ച് തണ്ട് ഒരു നുള്ളു മാത്രം കൈ കൊണ്ട് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അലോവേറ ജെല്ല്, ആവണക്കണ്ണയുടെ എണ്ണ, അതുമല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മൾ തലയിൽ തേക്കുന്നത്. അതും അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ വെളിച്ചെണ്ണ ലേശം തേച്ചിട്ട് കുളിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നോ അരമണിക്കൂർ മുന്നോ നമ്മുടെ തലയോട്ടിയിൽ നല്ല പോലെ നമ്മുടെ വിരൽ തുമ്പ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് തലയോട്ടി തേക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മളെപ്പോഴും ആഴ്ചയിൽ ഒരു 1-2 തവണയെങ്കിലും തലയോട്ടി നല്ല പോലെ മസാജ് ചെയ്യണം. ഇതുപോലെ എണ്ണയോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അന്നേരം തലയിൽ നല്ലതായിട്ട് മസാജ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ മുടിക്ക് ഉണ്ടാകുന്നത്. അന്നേരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്രദമാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് സുലഭമായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളാണ്. കുറച്ച് സമയം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് എപ്പോഴും പണ്ടത്തെ പോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ പറ്റും, വയസ്സ് എത്രയായാലും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്കൊരു 30 വയസ്സിന് ശേഷമൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് എപ്പോഴും പറയാറുള്ളതാണ്. മിക്ക വീഡിയോയിലും PCOD കാരണം ഒരുപാട് മുടി പൊഴിച്ചിലും താരനൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധി വരെ സഹായിക്കുന്നത് ഇങ്ങനത്തുള്ള ഡൈകളും അതുപോലെ തന്നെ പാക്കും ഓയിലൊക്കെ തന്നെയാണ്. അത് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള ആ ഒരു കരി ഇട്ട് കൊടുത്തതിന് ശേഷം നെല്ലിക്കയും അതിനോടൊപ്പം തന്നെ മൈലാഞ്ചി പൊടിയുമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിപ്പം നമ്മുടെ 2 സ്പൂൺ വെച്ചെടുക്കാം, 1 സ്പൂൺ വെച്ചെടുക്കാം. അതുപോലെ തന്നെ ആ ഒരു കരിയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ സാധാരണ തേയില വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മളിപ്പം തേയില ആയിട്ട് തന്നെ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പോലെ തിളച്ച് വറ്റി വരണം. വറ്റി വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്ന അതേ ഒരു ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുള്ളൂ. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്, നല്ല കളറായിട്ടുള്ളതും നല്ല ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ്. അന്നേരം ഇതിനെ നല്ലപോലെ തിളച്ചൊന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ കളറ് മാറിയിട്ടുണ്ടെന്നുള്ളത്. ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രമില്ല എങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ തയ്യാറാക്കിയിട്ട് നമുക്ക് ആ വെക്കുന്ന പാത്രത്തിൽ ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം സ്ലൈഡോ അല്ലെങ്കിൽ ആണിയോ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഓയിലും കൂടെ ചേർത്താണ് വെക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ തയ്യാറാക്കിയ ഓയിൽ ലേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വെക്കുക. പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുക്കുന്നത്. അന്നേരം ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു 5-6 മണിക്കൂറിന് ശേഷം എടുക്കാം. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഡാർക്കായിട്ടുള്ള കറുപ്പായിട്ടുണ്ടെന്നുള്ളത്. ഡാർക്ക് കറുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡൈ ചെയ്യുന്ന ആ ഒരു കറുപ്പല്ല, നാച്ചുറലായിട്ട് നമ്മുടെ മുടിക്കുണ്ടാവുന്ന കറുപ്പ് എങ്ങനെയാണ് അതാണ് നമുക്ക് ഈ ഒരു ഹെയർ ഡൈക്കകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നാച്ചുറലായിട്ടുള്ള നമ്മുടെ ചകിരിയുടെ ആ ഒരു കരിയും അതിനോടൊപ്പം മൈലാഞ്ചിയും തേയില, നെല്ലിക്കപ്പൊടി ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. യാതൊരു വിധമായി സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആഴ്ച 2 തവണയെങ്കിലും കുറഞ്ഞത് ഉപയോഗിക്കാം. ഇതിപ്പോൾ എൻ്റെ അമ്മയുടെ തലമുടിയാണ്.
അമ്മയുടെ തലമുടിയും ഇത്ര പ്രായമായിട്ടും അത്ര അങ്ങ് ഒരുപാട് നരച്ചിട്ടില്ല. പക്ഷേ എൻ്റെ തലമുടി ഞാൻ എപ്പോഴും കാണിക്കുമ്പോൾ എല്ലാവരും പരാതി പറയാറുണ്ട്, ഒത്തിരി നരച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങാട്ട് മാത്രമേ വിരലിലെണ്ണാവുന്ന നരകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയേ ഉള്ളൂ അമ്മയുടെ നരയൊക്കെ. കാരണം അവരൊക്കെ ആ പണ്ട് കാലം മുതലേ ആ ഒരു മുടിയെ സംരക്ഷിക്കുന്ന രീതി കൊണ്ടാണ് ആ ഒരു നരയൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുന്നത്. കുളിക്കുന്നതിൻ്റെ കുറഞ്ഞതൊരു 1 മണിക്കൂർ മുന്നെയെങ്കിലും ഇത് ഉപയോഗിച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാൻ നല്ല റിസൾട്ട് കിട്ടും. അന്നേരം ഇവ പാക്കാണെങ്കിലും ആ ഒരു ഓയിലുമായിട്ട് മിക്സ് ചെയ്യുന്നതാണെങ്കിലും ഈ ഒരു ഡൈ ആണെങ്കിലും എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.